നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റെസിപ്പി കടലപ്രഥമനാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും രുചികരമായിട്ട് എങ്ങനെയാണ് നല്ലൊരു കടലപ്പരിപ്പ് പ്രഥമൻ തയ്യാറാക്കാമെന്ന് കണ്ടു നോക്കാം. ഈ ഒരു പായസത്തിന് വേണ്ടിയിട്ട് കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ബോളിയും കൂട്ടുകറിയൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന ആ ഒരു കടലപ്പരിപ്പ് ചനാദാല്. ഇതൊരു 250 ഗ്രാം എടുത്തിട്ടുണ്ട്, 1/4 കിലോ. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. 2-3 തവണ ഒന്ന് കഴുകിയെടുക്കാം. കഴുകിയെടുത്തിരിക്കുന്ന കടലപ്പരിപ്പ് വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. 5 മിനിറ്റ് ഒക്കെ വെക്കുമ്പോഴേക്കും വെള്ളമൊക്കെ നന്നായിട്ട് പോയി കിട്ടിക്കോളെ. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. എളുപ്പത്തിൽ വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. അതിന് മുൻപായിട്ട് ഇതൊന്ന് വറുത്തെടുക്കണേ. കുക്കറിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കഴുകി വെള്ളം കളഞ്ഞു വെച്ചിരിക്കുന്ന പരിപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. 5 മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും പരിപ്പ് മൂത്ത നല്ലൊരു മണം വരും. അതുവരെ അങ്ങ് വറുത്തെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. പരിപ്പ് മൂത്ത നല്ലൊരു മണം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം കൂടുതൽ ഒഴിച്ചു കൊടുക്കണേ. ഞാനൊരു 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 3-4 കപ്പ് വെള്ളമായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. വെള്ളം വറ്റിപ്പോകണ്ട എന്തായാലും. ഇനി കുക്കർ അടച്ചിട്ട് ആദ്യത്തെ ഒരു വിസിൽ വരുന്നവരെ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. അത് കഴിഞ്ഞ് ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഒരു 3 വിസിലും കൂടി അടുപ്പിച്ചാൽ മതി. അപ്പോഴേക്കും പരിപ്പ് നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. പരിപ്പ് വേകുമ്പോഴേക്കും നമുക്ക് പായസത്തിന് ആവശ്യമായിട്ടുള്ള തേങ്ങാപ്പാലൊന്ന് പിഴിഞ്ഞെടുക്കാം. 2 വലിയ തേങ്ങ എടുത്തിട്ടുണ്ട്. അത് ചിരകിയെടുത്തിരിക്കുന്ന 5 കപ്പ് തേങ്ങയാണിത്. ഇത് നമുക്ക് മിക്സിന്റെ ജാറിലിട്ടിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കണം. തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഈ ഒരു തേങ്ങ ഇറങ്ങിയിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് മിക്സിന്റെ ജാറിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് കൈകൊണ്ട് ഒരു അരിപ്പയിൽ കൂടി അങ്ങ് പിഴിഞ്ഞെടുത്താൽ മതി. അപ്പൊ നമുക്ക് കട്ടിയുള്ള 1-ാം പാലും ഇട്ട് 1 കപ്പ് അതെടുത്ത് മാറ്റി വെക്കാം. എന്നിട്ട് ബാക്കിയുള്ള തേങ്ങാപ്പീരയിലേക്ക് വീണ്ടും വെള്ളം ഒഴിച്ചിട്ട് മിക്സിന്റെ ജാറിൽ തന്നെ അടിച്ചെടുക്കുക. എന്നിട്ട് അരിപ്പയിൽ കൂടെ അരിച്ചെടുക്കുക. അങ്ങനെ കിട്ടുന്ന 2-ാം പാല് 5 കപ്പ് മാറ്റി വെക്കാം. എന്നിട്ട് ബാക്കിയുള്ള തേങ്ങാപ്പീരയിലേക്ക് വീണ്ടും വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ഒന്നും കൂടെ തന്നെ നമുക്ക് മിക്സിന്റെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കാം. അങ്ങനെ കിട്ടുന്ന 3-ാം പാല് മാറ്റി വെക്കാം. അതും ഒരു 5 കപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ 1-ാം പാല് 1 കപ്പ് ഉണ്ട്, 2-ാം പാലും 3-ാം പാലും 5 കപ്പ് വീതം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കടലപ്പരിപ്പ് വേവിക്കാനും വെച്ചിട്ടുണ്ട്, തേങ്ങാപ്പാൽ എടുത്തും വെച്ചു. ഇനി നമുക്ക് ശർക്കരയും കൂടി ഒന്ന് ഉരുക്കിയെടുക്കണേ. 1/4 കിലോ കടലപ്പരിപ്പെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടൊരു 450 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. 8 അച്ച് ശർക്കരയുണ്ട്. ഇതൊന്ന് ഉരുക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ടൊരു 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങ് ഉരുക്കിയെടുക്കാം. ശർക്കര നമ്മൾ പെട്ടെന്ന് ഉരുക്കി വരാൻ വേണ്ടിയിട്ട് ഇടിച്ചു പൊട്ടിച്ച് ഉരുക്കിയിട്ടൊന്നുമില്ല കേട്ടോ, മുഴുവനോടെ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് ഉരുക്കി വരാൻ വേണമെങ്കിൽ ഒരു അടപ്പ് വെച്ചിട്ടൊന്ന് മൂടി വെക്കാം കേട്ടോ. ഇടയ്ക്കൊന്ന് തുറന്നു നോക്കണേ. ഇപ്പോൾ ശർക്കരയൊക്കെ നന്നായിട്ട് ഉരുക്കി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇപ്പോഴേക്ക് നമ്മുടെ നേരത്തെ വേവാൻ വെച്ചിരുന്ന കടലപ്പരിപ്പുണ്ടല്ലോ, അത് നന്നായിട്ട് വെന്തിട്ടുണ്ടാകും. അതിന്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഒരു വിസിൽ ഹൈ ഫ്ലെയിമിൽ വന്നിട്ടുണ്ട്, ബാക്കി 3 വിസിൽ ലോ ഫ്ലെയിമിൽ വന്നിട്ടുണ്ട്. മൊത്തത്തിൽ 4 വിസിലാണ് നമ്മൾ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അതിന്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇത് നമുക്ക് തുറന്നു നോക്കാം. കടലപ്പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊന്നും വറ്റിപ്പോയിട്ടൊന്നുമില്ല കേട്ടോ. നമ്മൾ ഇതുപോലെ കൈ കൊണ്ടൊന്ന് ഉടച്ച് നോക്കുമ്പോൾ നന്നായിട്ട് ഉടഞ്ഞു പോകുന്നുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ 2-3 തവണ ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കുമ്പോഴേക്കും ബാക്കിയുള്ളതും കൂടി അങ്ങ് ഉടഞ്ഞു വന്നോളും. നമ്മൾ പ്രത്യേകിച്ച് ഇത് ഉടയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി കടലപ്പരിപ്പ് ഇതുപോലെ കിടക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ വേണമെങ്കിൽ തണുത്ത് കഴിയുമ്പോൾ ഒന്ന് മിക്സിന്റെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണോ ഇഷ്ടം ആ ഒരു പരുവത്തിന് നമുക്ക് എടുക്കാം. ഞാനിപ്പം ഈ ഒരു വേവിനാണ് എടുക്കുന്നത്. നമ്മൾ കുറച്ചു നേരം ഒന്ന് വഴറ്റി കഴിയുമ്പോഴേക്കും അത് ഉടഞ്ഞു വരുന്ന ഒരു പാകം. ഇനി നമുക്ക് പായസം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് അടികട്ടിയുള്ള ഒരു ഉരുളി അടുപ്പിലേക്ക് വെക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിപ്പോൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നെയ്യിലിട്ടിട്ട് 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഒന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ മുഴുവനായിട്ട് ഒഴിക്കുന്നില്ല കേട്ടോ, ഒരു കുറച്ച് ബാക്കി വെക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ശർക്കരപ്പാനിയിലിട്ടിട്ട് പരിപ്പ് കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കാം. കടലപ്പരിപ്പിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചിട്ട് തിളയ്ക്കാനായിട്ട് തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ചവരിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 50 ഗ്രാം ചേർക്കുന്നുണ്ട്. 1/4 കപ്പ് നിറച്ചും ചവരി ഉണ്ടാകും. നമ്മൾ കടലപ്പരിപ്പ് വേവിച്ച് കഴിഞ്ഞിട്ട് ഉരുളി അടുപ്പിലേക്ക് വെക്കുന്നതിന് മുൻപായിട്ട് ചവരി ഒന്ന് നന്നായിട്ട് 2-3 തവണ ഒന്ന് അമർത്തി കഴുകി എടുത്ത് വെച്ചാൽ മതി. എന്നിട്ട് ഇതിപ്പോൾ ശർക്കര തിളയ്ക്കാൻ തുടങ്ങുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പം പായസം ആയി കഴിയുമ്പോൾ ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലതായിരിക്കും. ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ ഒഴിവാക്കാം. നമ്മളിപ്പോൾ വേവിക്കാത്ത ചവരിയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. പായസമായി വരുമ്പോഴേക്ക് എന്തായാലും ചവരി നന്നായിട്ട് വെന്ത് വന്നോളും. ശർക്കര ചേർത്തിട്ടാണ് നമ്മൾ പായസത്തിലേക്ക് ചവരി ചേർക്കുന്നതെങ്കിൽ കൂടെ ഇത് 2-ാം പാലൊക്കെ ഒഴിച്ചിട്ട് പായസം തിളച്ചു വരുമ്പോഴേക്കും വെന്ത് വന്നോളൂ കേട്ടോ. വേവാതിരിക്കുകയൊന്നുമില്ല ശർക്കര ചേർത്തു എന്ന് ഓർത്തിട്ട്. ഇനി അഥവാ അങ്ങനെ തോന്നുന്നുള്ളവർ മാത്രം വേവിച്ചിട്ട് ചേർക്കാം കേട്ടോ. വേറൊരു പാത്രത്തിൽ ചവരി കുറച്ച് 3-4 ഗ്ലാസ് വെള്ളത്തിലൊന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് ആ വെള്ളത്തോടു കൂടി തന്നെ ഒഴിക്കരുത്.
നന്നായിട്ട് കഴുകി കളഞ്ഞിട്ട് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം വെക്കുക. എന്നിട്ട് ആ തണുത്ത വെള്ളത്തിൽ നിന്ന് കോരിയിട്ട് വേണം വേവിച്ച ചവരി പായസത്തിലേക്ക് ചേർക്കാൻ. അല്ലെങ്കിൽ പായസം അവസാനം ആകുമ്പോഴേക്കും നന്നായിട്ട് കൊഴുപ്പായി പോകും കേട്ടോ. നമ്മൾ വേവിച്ച ചവരി ചേർത്തിട്ടുണ്ടെങ്കിലും അവസാനം പായസം ആയി വരുമ്പോഴേക്കും ചെറിയൊരു കൊഴുപ്പുണ്ടാകും. അപ്പോൾ ആ ഒരു കൊഴുപ്പൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ ശർക്കര തിളയ്ക്കാനായിട്ട് തുടങ്ങുമ്പോൾ അതിലേക്ക് ചവരി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ചവരി നന്നായിട്ട് വെന്ത് വരികയും ചെയ്യും, നമുക്ക് ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുകയും ചെയ്യും, എന്നാൽ പായസം അങ്ങ് കൊഴുപ്പായി പോവുകയും ചെയ്യൂല. അപ്പോൾ ചവരി വേറെ തന്നെ വേവിച്ച് ചേർക്കണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ ശർക്കരപ്പാനി തിളച്ച് തുടങ്ങുന്ന ആ ഒരു സമയത്ത് ചവരി ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും അങ്ങ് വഴറ്റിയെടുക്കാം. നെയ്യും കൂടെ ഒഴിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാകും. അപ്പോഴേക്കും ഉരുളിലേക്ക് ഇത് നന്നായിട്ട് തെളിഞ്ഞു കാണാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ചട്ടകം കൊണ്ട് ഇതുപോലെ നീക്കുന്ന സമയത്ത് അടിഭാഗം കണ്ടില്ലേ, ഉരുളി നന്നായിട്ട് തെളിഞ്ഞു കാണാനായിട്ട് തുടങ്ങുന്നുണ്ട്. ഇത്രയും വഴറ്റിയാൽ മതി കേട്ടോ, ഇതിൽ കൂടുതലാക്കണമെന്നില്ല. ഇനി നമുക്കിതിലേക്ക് 3-ാം പാല് ചേർത്ത് കൊടുക്കാം. 5 കപ്പ് 3-ാം പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് വീണ്ടും അങ്ങ് വഴറ്റി ഈ തേങ്ങാപ്പാലൊന്ന് വറ്റിച്ചെടുക്കാം. നമ്മൾ വിറകടുപ്പിലാണ് ഇത് ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ വറ്റി വരും കേട്ടോ. സ്റ്റൗവിലാകുമ്പോൾ കുറച്ച് സമയം എടുക്കും. അപ്പോൾ തേങ്ങാപ്പാലിന്റെ അളവ് കുറയ്ക്കണം എന്നുള്ളവർക്ക് വേണമെങ്കിൽ കുറയ്ക്കാം കേട്ടോ. 3-ാം പാൽ ഒഴിച്ചിട്ട് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും അതൊന്ന് വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 2-ാം പാലും 5 കപ്പ് തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 2-ാം പാൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി നമുക്കിതൊന്ന് വറ്റിച്ച് കുറുക്കിയെടുക്കാം. പായസത്തിന്റെ മധുരമൊക്കെ നമ്മുടെ പാകത്തിനുണ്ടോയെന്ന് ഇപ്പൊ തന്നെ ചെക്ക് ചെയ്ത് നോക്കണേ. ഞാനിവിടെ 450 ഗ്രാം ശർക്കര ഒരുക്കിയെങ്കിലും ഒരു 50 ml ഒഴിച്ചിട്ടില്ല കേട്ടോ, കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 425 ഗ്രാം ശർക്കരയൊക്കെ മതിയാകും കേട്ടോ. എന്നാലും നമ്മുടെ പാകത്തിനുണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതിയല്ലോ, നമ്മൾ ഒരുക്കി വെച്ചതിന് ബാക്കിയുള്ളത്. എനിക്കിപ്പോൾ പാകത്തിനുള്ള മധുരമുണ്ട്, അതുകൊണ്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നില്ല. അതുപോലെ കടലപ്പരിപ്പ് പായസം ഇരിക്കുന്തോറും കുറുകി വരുന്നൊരു പായസമാണ്. അതുകൊണ്ട് ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ പായസം ഒരുപാട് കുറുക്കി വറ്റിച്ചെടുക്കണ്ട. തണുക്കുമ്പോൾ ഒന്നും കൂടി ഒന്ന് കുറുകി വരുന്നുള്ളത് നമ്മൾ മനസ്സിൽ ഓർത്ത് വെക്കണേ. ഇപ്പം ഇതാ പായസമൊക്കെ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഈ ഒരു പാകത്തിനാണ് ഉള്ളത്. ഇരിക്കുന്തോറും ഒന്നും കൂടി ഒന്ന് കുറുകി വരുന്ന പറഞ്ഞില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു പാകത്തിന് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കട്ടിയുള്ള 1-ാം പാല് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് 1-ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1-ാം പാല് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് 1-ാം പാൽ എടുത്തിരിക്കുന്നതെങ്കിൽ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം 1-ാം പാൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി അതല്ല വെള്ളം ചേർത്തിട്ടാണ് 1-ാം പാൽ എടുത്തിരിക്കുന്നതെങ്കിൽ ഒന്നങ്ങ് ചൂടാക്കിയിട്ട് ഫ്ലെയിം ഓഫ് ആക്കിയാൽ മതി. അപ്പം ഞാൻ 1-ാം പാൽ ഒഴിച്ചിട്ട് ഒന്നങ്ങ് ചൂടാക്കിയിട്ട് തിളയ്ക്കുന്നതിന് മുൻപായിട്ട് ഫ്ലെയിം ഓഫ് ആക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് സ്പൈസസും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട, എല്ലാം ഞാൻ കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തുക. ഞാൻ എല്ലാം ഒരു 1/4 ടീസ്പൂൺ വെച്ചാണ് ചേർക്കുന്നത്. 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും 1/4 ടീസ്പൂൺ ചുക്ക് പൊടിച്ചതും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചതും കൂടെ ചേർക്കുന്നുണ്ട്. പൊടികളൊക്കെ പായസത്തിലേക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിന്റെ അളവൊക്കെ നമുക്ക് വേണമെങ്കിൽ കൂട്ടിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. അതുപോലെ നമ്മൾ ഇതിൽ ചേർത്തിരുന്ന ചവരി ഉണ്ടല്ലോ, ഇത് കണ്ടില്ലേ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതേസമയം ഒരുപാട് വെന്ത് കുഴഞ്ഞ് കൊഴുപ്പിളകിയിട്ടൊന്നുമില്ല കേട്ടോ. പായസത്തിലേക്ക് ഇതിന്റെ കൊഴുപ്പൊന്നും വരുമൊന്നുമില്ല. നന്നായിട്ട് വെന്തിട്ട് നമുക്ക് ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുകയും ചെയ്യും. പിന്നെ കടലപ്പരിപ്പൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്ത സമയത്ത് തന്നെ ഉടഞ്ഞു പോയിട്ടുമുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് വറുത്തും കൂടെ ഇട്ട് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായി വരുമ്പോൾ ഒരു കൈപ്പിടി തേങ്ങ കൊത്തി ചേർക്കുന്നുണ്ട്. ഇതൊക്കെ കുറച്ച് വലുപ്പത്തിൽ ഒരേ കനത്തിലാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. 1/4 കപ്പ് ഉണ്ട്. ഇത് പകുതി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് കശുവണ്ടി ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനൊരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് പകുതി മൂപ്പാവുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഉണക്ക മുന്തിരി നന്നായിട്ട് കഴുകി വെള്ളം കളഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. മുന്തിരി എണ്ണയിൽ കിടന്നിട്ടൊന്ന് വീർത്ത് വരാനായിട്ട് തുടങ്ങുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇപ്പൊ കണ്ടില്ലേ, കുറച്ചും കൂടി ഒന്ന് പായസം കുറുകി വന്നിട്ടുണ്ട്. തണുക്കുന്നവരത് വീണ്ടും ഒന്നും കൂടി ഒന്ന് കുറുകി വരും കേട്ടോ. എന്നാലും ഒരുപാട് കുറുകി പോകുമൊന്നുമില്ല. ഇനി അഥവാ കുറുകി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് തേങ്ങാപ്പാൽ ചേർത്തിട്ട് വീണ്ടും ഒന്ന് ലൂസാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ കടലപ്പരിപ്പ് പ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ് കേട്ടോ. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഉണ്ടാക്കി നോക്കാറുണ്ട്. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി ഒന്ന് താഴെ എഴുതണം. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ഷെയറും കൂടെ ചെയ്യണേ. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അതിന്റെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ കണ്ടില്ലേ, അതും അതിലെ ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അങ്ങനെയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഇതുപോലെയുള്ള നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.